ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിപ്പമുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഴുത്തിട്ട് തോലൊക്കെ കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴമാണെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കുറച്ച് കൊടുക്കാവുന്നതുമാണ്. ഇപ്പം ഞാനിതുപോലെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, വലുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. നിങ്ങൾ എടുക്കുന്ന പഴത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ നിങ്ങൾ മാറ്റം വരുത്തിയാൽ മതി. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് പാലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. അരച്ചെടുക്കുന്ന സമയത്ത് പഴം മാത്രം നന്നായിട്ടൊന്ന് അരിഞ്ഞു കിട്ടുക, പഞ്ചസാരയും നന്നായിട്ടൊന്ന് അരിഞ്ഞു കിട്ടുക. ബാക്കി തേങ്ങ ചെറുതായിട്ട് തരിയായിട്ട് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് മുഴുവനായിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി മുഴുവനായിട്ടും ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കണ്ട, 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം കുറച്ച് ചേർക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് ബാക്കി ഉള്ളതും കുറച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങളെടുക്കുന്ന നേന്ത്രപ്പഴം വലിപ്പം കൂടിയതാണെങ്കിൽ അരിപ്പൊടിയുടെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അരിപ്പൊടി കൂടുതൽ ചേർക്കേണ്ടി വരും. നിങ്ങളെടുക്കുന്ന കൺസിസ്റ്റൻസിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ പഴം ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ടും മാറ്റം വരുത്തേണ്ടി വരും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി കറക്റ്റ് പാകമായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ അറിയാം. ഞാൻ അവസാനം ഇതിൻ്റെ ആ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പരുവത്തിൽ വരുന്നത് വരെ ചേർത്ത് കൊടുത്താൽ മതി. അരിപ്പൊടിയിൽ ചെറിയ മാറ്റങ്ങൾ വരും, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. പഴത്തിൻ്റെ വലിപ്പത്തിന് ചെറുപ്പത്തിനൊക്കെ അനുസരിച്ചായിരിക്കും അരിപ്പൊടിയിൽ മാറ്റം വരിക, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഒരുപാട് കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അളവ് കറക്റ്റ് ഭാഗമാണ്. ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഫ്ലേവർ വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ജീരകം അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ പഞ്ചസാരയിലാണ് റെഡിയാക്കുന്നത്. ശർക്കരയിലാണ് റെഡിയാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ബാക്കി ഇത് ഫുള്ളായിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ ഒരല്പം എണ്ണയെന്നാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഒരൊറ്റ പ്രാവശ്യം മാത്രം കയ്യിൽ എണ്ണയാക്കിയാൽ മതി. കൂടുതൽ പ്രാവശ്യമൊന്നും എണ്ണയാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കയ്യിൽ ഒരുപാട് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന സൈസ് ഒന്നുമല്ല. നമ്മൾ മാവൊക്കെ കറക്റ്റ് പാകമാണ് ചേർത്ത് കൊടുത്തത്. ഒരുപാട് മാവും ചേർത്ത് കൊടുക്കരുത്. നല്ല ക്രിസ്പി ആവുന്ന രീതിയിലുള്ള ഒരുപാട് മാവും ചേർത്ത് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ വലിയ ടേസ്റ്റ് വരില്ല. നമുക്ക് നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് മാവ് പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത അളവിൽ കറക്റ്റ് പാകമാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാതും ഉരുട്ടിയെടുക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. എന്നെങ്കിൽ മാത്രമേ എല്ലാ ചേരുവകളും ചേർക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ചേരുവകളൊക്കെ ഇടയിൽ വിട്ടുപോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊരു ആവി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആവി വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആവി വന്നതിന് ശേഷം മാത്രം ഈ ബോൾസ് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് ആവിയിലൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാം മുഴുവനായി ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു 8 മിനിറ്റ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. 10 മിനിറ്റ് പറഞ്ഞെങ്കിലും 8 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാനാണ് അത് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത്. കണ്ടോ, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ പാത്രത്തിൽ തന്നെ കിടന്ന് ഓടുന്നത് കണ്ടോ, ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല പരസ്പരം. പിന്നെ നമ്മൾ നേന്ത്രപ്പഴം ചേർത്തതുകൊണ്ട് ഒട്ടിപ്പിടിക്കുമെന്നൊരു സംശയം ഉണ്ടാവും. അങ്ങനെയൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിലും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കിതൊരു വേറൊരു രീതിയിലും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്.
അതിനായിട്ട് ഇതുപോലെ ഒരു സോസ് പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഒരിക്കലും കരിഞ്ഞു പുകഞ്ഞ് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ടേസ്റ്റ് മാറിപ്പോകും. ശ്രദ്ധിക്കുക. ഒന്നിങ്ങനെ ആയി തുടങ്ങിയ സമയം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കണ്ടോ ഇതിങ്ങനെ ഒന്ന് പതഞ്ഞ് വരും. ഇങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മാത്രമാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. അത് ഒറ്റയടിക്ക് ചേർക്കാതെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒറ്റയടിക്ക് ചേർത്ത് കഴിഞ്ഞാൽ മേലോട്ട് തെറിക്കും. കുറച്ചായിട്ട് ഇങ്ങനെ ചേർക്കുമ്പോൾ അങ്ങനെ തെറിക്കൊന്നുമില്ല, പെട്ടെന്ന് റെഡി ആയിക്കോളും. ഇതൊന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് അതൊന്നിങ്ങനെ മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പാലാണ്. പാലെടുക്കുമ്പോൾ നല്ല തിളപ്പിച്ചിട്ട് നല്ല ചൂടോടുകൂടി തന്നെ പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചൂടില്ലാതെ ചേർത്ത് കൊടുക്കരുത്. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്താ പറയുക, തണുത്ത പാല് പച്ചപ്പാലൊക്കെ ചേർത്താൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് നിങ്ങൾക്ക് ഇത് ഷുഗർ സിറപ്പ് ഇങ്ങനെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പാനിയിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ശർക്കര പാനിയിലേക്ക് ഒരല്പം ഇതേപോലെ തേങ്ങാപ്പാൽ ഒഴിക്കുക, ബട്ടർ ഇട്ടിട്ട് ഇതേപോലെ റെഡിയാക്കി എടുക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരൈറ്റമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇത് കുറച്ച് സമയം ഇതിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ ആ ഷുഗർ സിറപ്പൊക്കെ കുടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.